കാരാകുറിശി 7 പേർക്കും കല്ലടിക്കോട് ഒരാൾക്കുമാണ് തെരുവുനായയുടെ കടിയേറ്റത്. കാരാകുറിശിയുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ തച്ചമ്പാറ മാങ്കുറിശിയിൽ 2 പേരെയും കാരാകുറിശി, അരപ്പാറ, കിളിരാനി ഭാഗങ്ങളിലായി 5 പേരെയുമാണ് കടിച്ചത്. അതിൽ സ്കൂളിൽ പോവുകയായിരുന്ന ഒരു വിദ്യാർത്ഥിയും തൊഴിലാളികളുമുണ്ട്. വ്യാഴാഴ്ച രാവിലെ 9:30ഓടെയാണ് സംഭവം. ഇവരെ ആദ്യം കാരാകുറിശി പ്രാഥമിക കേന്ദ്രത്തിലും പിന്നീട് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി, പാലക്കാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചു. ഓട്ടുപാറ സ്വദേശി തച്ചമ്പാറ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ രാവിലെ അരപ്പാറയിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ഓടിയെത്തിയ തെരുവുനായ കടിച്ചത്. വിവിധ ജോലിക്ക് എത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളായ ഷാജുദ്ദീൻ, റുബിൻ എന്നിവരെയും കടിച്ചു. ഏറ്റുപുറത്തെ സ്വാമിനാഥൻ തന്റെ വീട്ടിൽ നിന്ന് പാടത്തേക്ക് ഇറങ്ങിയതായിരുന്നു. പാടത്തു നിന്ന് എതിരെ വന്ന നായ ഇയാളുടെ കാലിൽ കടിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് കടയിലേക്ക് പോവുകയായിരുന്ന പൂവൻ തോട്ടിയിൽ ബൈജുവിനെ പിന്തുടർന്നെത്തിയ നായ കടിച്ചു. എല്ലാവർക്കും പരിസരത്തുള്ള പല സ്ഥലങ്ങളിലായാണ് കടിയേറ്റത്. എല്ലാവരെയും കടിച്ചത് ഒരേ നായയാണെന്ന് കരുതുന്നു. കുറെ നാളുകളായി അരപ്പാറ ഭാഗങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു. കല്ലടിക്കോട് സ്കൂളിൽ നിന്ന് വരികയായിരുന്ന യുവതിക്കാണ് കടിയേറ്റത്. കല്ലടിക്കോട് കളിപ്പറമ്പിൽ വീട്ടിൽ ജയപ്രതീഷിന്റെ ഭാര്യ പ്രിയങ്കയ്ക്കാണ് കടിയേറ്റത്. ഉടനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സ തേടി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 TBയിലുള്ള AUP സ്കൂളിന് മുന്നിലാണ് സംഭവം. സ്കൂളിലെ പാചക തൊഴിലാളിയായ അമ്മയെ സഹായിക്കാനായി സ്കൂളിൽ പോയി വരികയായിരുന്നു അവർ. ഗേറ്റിന് പുറത്തെത്തിയതോടെ ഒരു കൂട്ടം നായ്ക്കൾ ഓടി അടുത്തേക്ക് വന്നു. നായ്ക്കളെ കണ്ട് ഭയന്ന് തിരിച്ച് സ്കൂളിലേക്ക് കയറിയ അവരെ ഒരു നായ ഓടിയെത്തി കടിക്കുകയായിരുന്നു. പ്രദേശത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചിട്ടുണ്ട്. സ്കൂളിന് മുന്നിൽ നായ്ക്കൾ കൂട്ടമായി ഇറങ്ങുന്നത് രക്ഷിതാക്കളെ പരിഭ്രാന്തരാക്കുന്നു. വീടിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ്. വീടിൻ്റെ അടുത്ത് കടയുണ്ട്. കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി ഞാൻ പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോൾ ഒരു നായ ഇങ്ങനെ നടന്നു വരുന്ന കണ്ടു. പക്ഷേ അത് നടന്ന് ഞാൻ കടയിലേക്ക് കയറിയ സമയത്ത് ബാക്കിൽ നിന്ന് വന്ന് കടിക്കുകയാണ്. കടി വിടുന്നില്ല. അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ ഞാൻ വീണു കഴിഞ്ഞ് ഞാൻ കൈ കൊണ്ട് തട്ടി മാറ്റി കഴിഞ്ഞപ്പോഴാണ് നായ വിട്ടുപോയ ഉടനെ തന്നെ അടുത്ത് തന്നെ വേറൊരു പട്ടി നിൽപ്പുണ്ടായിരുന്നു. അവിടെ തന്നെയുള്ള ഒരു പട്ടിയാണ്. അതിനെയും പോയി കടിക്കുകയും ചെയ്തു. അതിന് ശേഷം അങ്ങനെ മുമ്പോട്ട് പോയിട്ടാണ് ബാക്കി ഉള്ളവരൊക്കെ കടിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് മുൻപ് വേറെ സാമ്യാൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് മുൻപ് കടിച്ചിട്ടുണ്ട്. അവിടുന്ന് അടിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ